66ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ആദിത്യ ധർ ഉറി എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അത് സ്വന്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ ദുരന്തർ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. വെള്ളിയാഴ്ചയാണത് റിലീസിന് തയ്യാറായിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നല്ല കിണ്ണം കാച്ചിയ ട്രെയിലർ എന്നെനിക്ക് ഫീൽ ചെയ്ത, സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഫീലിലേക്കൊക്കെ എത്തിച്ച ആ ഒരു ട്രെയിലറായിരുന്നു. പക്ഷേ ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇവിടെ തിയേറ്റേഴ്സ് നോക്കുമ്പോൾ ആകെ 2 സ്ക്രീനുകളിൽ മാത്രമാണ് സിനിമ റിലീസിന് എത്തുന്നത്. അതെന്താണ് ഇതങ്ങനെ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പക്ഷേ ദുരന്തർ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പേ ഒരു ദുരന്തം പിടിച്ചു പോയത് നമ്മുടെ രൺവീർ സിംഗ് ആയിരുന്നു. ആക്ച്വലി അതങ്ങനെ ഒരു ദുരന്തം ആവണ്ടായിരുന്നു. പുള്ളി ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്തതാണെന്നുള്ളത് നമ്മളതിലെ ഈ രൺവീർ സിംഗിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം ഈ സ്റ്റേജ് ഇവൻറ്റ്സിലൊക്കെ പോർട്രേ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, അത് മനസ്സിൽ വെച്ചിട്ട് നോക്കാനാണെങ്കിൽ അങ്ങനെ അത് ഡീസൻ്റായിട്ട് പറഞ്ഞതാണ്. പക്ഷേ പാളിപ്പോയി എന്നുള്ളതാണ് സംഭവം. നടക്കുന്നത് IFFI ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അതിൻ്റെ സമാപന പരിപാടി നടക്കുകയാണ്. ആ സമയത്ത് അവിടെ വേദിയിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ഋഷഭ് ഷെട്ടിയും കൂടി ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നിൽക്കുകയായിരുന്ന രൺവീർ സിംഗ് ഋഷഭ് ഷെട്ടിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. കാന്താര ചാപ്റ്റർ 1 നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? എല്ലാവരോടും പറയുന്നുണ്ട് അതിഗംഭീര പ്രകടനമാണ് ഇദ്ദേഹം ആ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അവസാന ഭാഗമൊക്കെ ആകുമ്പോഴേക്കും ഒരു ഫീമെയിൽ ഗോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തേക്ക് കയറിയതിന് ശേഷമുള്ള എക്സ്പ്രഷനൊക്കെ ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞ് പുള്ളി അഭിനയിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 പ്രശ്നങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഫീമെയിൽ ഗോസ്റ്റ് എന്ന് പറഞ്ഞു. ചാമുണ്ടി എന്ന് പറയുന്നത് ഈ സൗത്ത് ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തെയ്യക്കോലങ്ങൾക്കിടയിൽ ദൈവിക പരിവേഷമുള്ള, നമ്മൾ ദൈവമായി കാണുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് ഋഷഭ് ഷെട്ടിയുടെ ദേഹത്തേക്ക് കയറുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ആ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഫീമെയിൽ ഗോസ്റ്റ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് കുറേ ആളുകളുടെ വികാരത്തെ ഹനിക്കുന്നതാണ്. മറ്റൊന്ന്, പുള്ളി എനിക്ക് നിങ്ങളുടെ അത്രയൊന്നും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല കേട്ടോ, എന്നാലും ഞാനൊന്ന് ശ്രമിക്കുകയാണ് എന്നുള്ള ഭാവേന ചെയ്തതായിരിക്കാം. പക്ഷേ കണ്ണ് രണ്ടും കൂടി തള്ളി നാക്കും പുറത്തിട്ടൊരുമാതിരി പാമ്പിൻ്റെ ഭാവം കാണിച്ച പോലെ, എന്ന് വെച്ചാൽ പാമ്പിനെ ഇമിറ്റേറ്റ് ആണെങ്കിൽ പുള്ളി ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പ്രഷനാണ് ഇട്ടത്. ഇത് രണ്ടും ഈ കാന്താരയുടെ ആരാധകരെ, നമ്മൾ ചാപ്റ്റർ 1 വരുന്ന സമയത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ കുറേ ആളുകളുടെ വിശ്വാസമായി മാറിയിരിക്കുകയാണ്. കാന്താര കാണുമ്പോൾ തിയേറ്ററിലിരുന്ന് നിലവിളിക്കുക, അലറി വിളിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവിക ശക്തി കൂടുന്നു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇവരൊക്കെ ദൈവങ്ങളായിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും കാന്താര എന്ന് പറയുന്ന സിനിമ കുറേ ആളുകൾക്ക് ഇപ്പോൾ വിശ്വാസമായിട്ട് മാറിയിരിക്കുകയാണ്. കാന്താരയെ പറ്റി പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പം ഒരുപാട് സൈബർ അറ്റാക്ക് രൺവീർ സിംഗ് നേരിടേണ്ടി വന്നു. സത്യത്തിൽ പുള്ളി എന്താ പറഞ്ഞത്? ഗംഭീര പ്രകടനമായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. 1-2 വാക്ക് പിഴവുകൾ സംഭവിച്ചു പോയി, വേണമെങ്കിൽ നമുക്കത് വിട്ടുകളയാവുന്നതാണ്. എന്തായാലും രൺവീർ സിംഗ് ഇപ്പോൾ അതിനൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മൈ ഇൻറ്റൻഷൻ വാസ് ടു ഹൈലൈറ്റ് ഋഷഭ്സ് ഇൻക്രെഡിബിൾ പെർഫോമൻസ് ഇൻ ദ ഫിലിം. ആക്ടർ ടു ആക്ടർ, ഐ നോ ഹൗ മച്ച് ഇറ്റ് വുഡ് ടേക്ക് ടു പെർഫോം ദാറ്റ് പെർട്ടിക്കുലർ സീൻ ഇൻ ദ വേ ദാറ്റ് ഹി ഡിഡ്, for which he has my utmost admiration. ഇതാണ് പുള്ളി സ്റ്റേജിൽ നിന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. I have always deeply respected every culture, tradition and belief in our country. If I have hurt anyone's sentiments, I sincerely apologize. എന്ന് പറഞ്ഞ് മാപ്പ് പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. ഈ കയ്യടിയൊക്കെ കിട്ടുന്ന സമയത്തെ ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഭവമാണ്. ഒരുപാട് കയ്യടിയൊക്കെ കിട്ടി നല്ലൊരു രീതിയിൽ പോകുന്ന സമയത്ത് ആ ഒരു ആവേശം കൂടി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരു കയ്യിൽ നിന്ന് പോക്കായിട്ട് നമുക്ക് ഇതിനെ കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ രാജ്യത്ത് ഇപ്പം നിലനിൽക്കുന്ന ഈ വ്രണപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന മതവികാരങ്ങളുടെ ഒരു അവസ്ഥ, ഇതൊക്കെ കൂടി ഇതിൽ പരിഗണിക്കണമല്ലോ. ഞാൻ ആലോചിക്കുന്നത്, ഈ ഒരു കാര്യം ചെയ്തതിന് രൺവീർ സിംഗിനെ ഇത്രയും ആക്രമിക്കുന്ന, അപമാനിക്കാൻ ശ്രമിക്കുന്ന ആൾക്കൂട്ടം അവർ പഴയ AAB നോക്കൗട്ടൊക്കെ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നുള്ളതാണ്. AAB നോക്കൗട്ട് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എത്ര അഗ്ലി ആയിട്ടുള്ള വർത്തമാനം കേട്ടാലും സഹിക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ്, അല്ലാതെ അത് കണ്ടു നോക്കരുതേ എന്നേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ ഓരോരുത്തരുടെ പെർസോണയാണ്, ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു സ്വഭാവമായിട്ടാണ്. IFFI ഗോവയിൽ ചലച്ചിത്ര പ്രവർത്തകരെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് ഋഷഭ് ഷെട്ടിയെ അപമാനിച്ചേക്കാം, കാന്താര ചാപ്റ്റർ 1 അപമാനിച്ചേക്കാം എന്നൊന്നും രൺവീർ സിംഗ് ചിന്തിക്കാൻ സാധ്യതയില്ലല്ലോ. എനിവേ, അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. പുള്ളി അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ആ പ്രശ്നം ഒതുങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ദുരന്തറിന് എന്ത് പറ്റി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തിരുവനന്തപുരത്ത് ആകെ 2 സ്ക്രീനിലേ ഉള്ളൂ. ഓൾറെഡി ഈ സിനിമയുടെ പ്രീ ബുക്കിംഗ് സെയിൽസ് ഞാൻ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ, സാധാരണ ഇങ്ങനെ ഈ കളക്ഷൻ റെക്കോർഡ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. അവരുടെ ഇന്നലത്തെ, അതായത് ഡിസംബർ 1 തീയതിയിലെ റിപ്പോർട്ട് പ്രകാരം രൺവീർ സിംഗിന് തൊട്ട് മുമ്പ് റിലീസായിട്ടുള്ള, എന്ന് വെച്ചാൽ 2.5 വർഷം മുമ്പ് റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന് പറയുന്ന സിനിമയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സിനിമയുടെ പ്രീ സെയിൽസിൻ്റെ 11% മാത്രമേ 1 തീയതി ആയപ്പോഴേക്കും ഈ സിനിമയുടെ പ്രീ സെയിൽസ് വന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ ട്രെയിലറൊക്കെ ഇത്രയും പ്രോമിസിംഗ് ആയി ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രീ സെയിൽസ് അത്രയും വലിയൊരു ഹിറ്റിലേക്ക് എത്താത്തത് എന്ന് ഞാൻ ആലോചിച്ചു. ഇതിനിടയിൽ ഡൽഹിയിലൊക്കെ ടിക്കറ്റ് റേറ്റ് 2000, 2300 ഒക്കെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അടുത്ത വാർത്തയും വരുന്നുണ്ട്. ടിക്കറ്റ് റേറ്റ് കൂടുമ്പോൾ കളക്ഷനും കൂടുമല്ലോ. എന്തായാലും കേരളത്തിൽ അങ്ങനൊരു ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ടിക്കറ്റ് റേറ്റ് ഫ്ലെക്സിബിളായിട്ട് അതിൻ്റെ റേറ്റ് കൂട്ടുകയാണ്. ഇവിടെ എന്തായാലും ഷോ തന്നെ നേരവേ ഇല്ല, അതിനൊന്നും ടിക്കറ്റും കാര്യമായിട്ട് പോയിട്ടില്ല. സിനിമയുടെ ട്രെയിലർ
കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അത് ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. പക്ഷേ വൻ വയലൻസ് ആണ് അതിൻ്റെ ട്രെയിലറിലുള്ളത്. സിനിമയുടെ റേറ്റിംഗ് A ആണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂട്ടി പോകാതിരിക്കുക. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ സിനിമ സജസ്റ്റഡ് അല്ല. മാത്രമല്ല ഈ വെട്ടും കുത്തും ചോര തെറിക്കലും ബോംബൊട്ടി തെറിക്കലും മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന ഈ അപകടങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകരുത്. അത്രമാത്രം വയലൻസ് ഈ സിനിമയിലുണ്ട്. ട്രെയിലറിൽ കണ്ടിട്ടുള്ള ഇംപ്രസീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ വിഷ്വൽ ഒരു രക്ഷയില്ല. ആ ബ്ലാസ്റ്റിംഗ് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ എന്ത് ഹെവി ആയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ട്രെയിലർ കട്ടിനെ കുറിച്ച് നമ്മൾ പറയണം. ഗംഭീര വർക്കാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ പ്രതീക്ഷകളാണ്. അതിഗംഭീര വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ഐമാക്സിലും അല്ലാതെ 2Dയിലും ഉണ്ട്. ഐമാക്സിലെ ഷോയുടെ ടൈമാണ് എനിക്ക് അവിടെ ചെന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. വേറെയും സിനിമകൾ മലയാളത്തിലടക്കം റിലീസുകൾ വരുന്നൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി വീട്ടിൽ വന്ന് വീഡിയോ ചെയ്ത് വീണ്ടും അടുത്ത സിനിമയ്ക്ക് പോയി അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ എനിക്ക് ഐമാക്സിലെ ടൈമിംഗ് ഒട്ടും സെറ്റാവുന്നില്ല. എറണാകുളത്ത് ഉണ്ടായിരുന്നെങ്കിൽ PVR PXL കൺഫേം ബുക്ക് ചെയ്യുമായിരുന്നു ഞാൻ. കാര്യം ട്രെയിലർ അത്രയും അതിൻ്റെ വിഷ്വൽ അത്രയും പ്രോമിസിങ് ആണ്. ആൻഡ് അതിൻ്റെ സൗണ്ടിങ്ങും പൊളിയായിരുന്നു. ട്രെയിലർ കട്ടൊക്കെ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് കാണണം ഓരോ സാധനങ്ങളും. ഈവൻ R മാധവൻ പുള്ളിയുടെ ക്യാരക്ടർ ഈ പുറത്തേക്ക് പുക വിടില്ലേ, അതുപോലും ആ ബീറ്റിൽ സെറ്റ് ചെയ്ത് ഇത് അടിപൊളി വാക്കാണ്. ആൻഡ് വിഷ്വലി ഞാൻ തിയേറ്ററിൽ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഹെവി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ മ്യൂസിക് പരിപാടികൾ ഭയങ്കര രസമായിരുന്നു. ശാശ്വത് സച്ദേവ് ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അയാളുടെ ഡിസ്കോഗ്രഫിയിൽ 2 സിനിമകളുടെ പേര് ഞാൻ പറയാം. ഒന്ന് ഉറി, ദുരന്തരൻ്റെ സംവിധായകന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. മറ്റൊന്ന് കില്ലാണ്. കില്ല് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയെ, അതും ഇത്രയും ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു എൻ്റർടൈനിങ് ഫാക്ടർ ഉണ്ടല്ലോ, അതിനൊരു ഇമോഷൻ കൂടി കൊണ്ടുവന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം കൃത്യമായി വരുന്ന രീതിയിൽ ഗംഭീരമായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പുള്ളിയായിരുന്നു. ഈ സിനിമയിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് പുള്ളിയാണ്. ഈ ട്രെയിലർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിപ്പോൾ. നിങ്ങൾ ട്രെയിലറിൻ്റെ ലാസ്റ്റ് പോർഷൻ നോക്കുക, അവിടെ ഒരു മ്യൂസിക് ബിറ്റ് വരുന്നുണ്ട്. ഞാനിങ്ങനെ കാത്തിരുന്ന് അത് യൂട്യൂബിൽ റിലീസായി. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കേട്ട് നോക്കും. നമുക്കൊരു എനർജി വേണം, ചാർജ് വേണമെന്ന് തോന്നുമ്പോൾ ആ ട്രാക്ക് കേട്ട് നോക്കിയാൽ മതി. അത്രയും രസമുള്ള ഗംഭീര ട്രാക്കുകളാണ്. അപ്പം സിനിമയിലും അത് പൊളിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിലെ അഭിനേതാക്കൾ, ഇതിനകത്ത് ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടാണ് മേജർ ഇക്ബാൽ ഓഫ് ISI എന്ന് പറയുന്ന ക്യാരക്ടർ അർജുൻ രാംപാൽ ചെയ്യുന്നത്. അർജുൻ രാംപാൽ എന്നുള്ള പേര് ഞാൻ ശ്രദ്ധിക്കുന്നത് ഡോൺ എന്ന് പറയുന്ന സിനിമ, ഞാൻ ആദ്യമായി ഒരു ഹിന്ദി സിനിമ മുഴുവനായിട്ടിരുന്ന് കാണുന്നത് ഡോൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ അതിന് മുമ്പ് ഉണ്ടാവും കേട്ടോ. അതായത് നമ്മുടെ ദൂരദർശനിൽ വൈകുന്നേരം 4 മണിയാകുമ്പോൾ, ഞങ്ങൾ TV ആൻറ്റിന മാത്രം ഉണ്ടായിരുന്ന സമയത്തെ ദൂരദർശനിൽ വൈകുന്നേരം 4 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും ഒരു ഹിന്ദി സിനിമ കാണിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഗോവിന്ദയുടെ ഏതൊക്കെയോ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏത് സിനിമ, എന്ത് കഥ, എന്ത് സംഭവം, ഇതൊന്നും ഇല്ലാതെയാണ്. പക്ഷേ നല്ലോണം ഓർത്തിരിക്കുന്ന രീതിയിൽ ഒരു ഹിന്ദി സിനിമ ഫുള്ളായിട്ടിരുന്ന് കാണുന്നത് ഡോൺ ആയിരുന്നു. ആ സമയം തൊട്ടാണ് ഈ അർജുൻ രാംപാൽ എന്ന് പറയുന്ന പേര്. മച്ചാൻ എന്തൊരു ലുക്കാണ്, കിട്ടുന്ന വേഷങ്ങളൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക ഇഷ്ടക്കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവാണ്. ആൻഡ് R മാധവൻ, അങ്ങനെക്കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഒരുപാട് പെൺകുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈവൻ റൺ എന്ന് പറയുന്ന സിനിമയാണ് തമിഴിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ആവേശത്തിൽ ഒരു ഇടിപ്പടം കണ്ടിരിക്കുന്നത്. അങ്ങനെ പലതരത്തിൽ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട്, ഒരു ഗംഭീര അഭിനേതാവായിട്ട്, ഒരുപാട് പേരുടെ കാമുക സങ്കല്പം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ പല രീതിയിൽ കണ്ടിട്ടുള്ള. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലറിൽ മാധവൻ ഞെട്ടിച്ച് കളഞ്ഞു. അങ്ങേരുടെ ആ ഒരു മേക്കപ്പും അത് പറയുമ്പോൾ ഈ എൻറ്റയർ സിനിമയിലെ മേക്കപ്പും പരിപാടികളൊക്കെ പൊളിയാണ്. ഓരോ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ നോക്കിക്കോ, എടുത്തറിയാനുള്ളതുണ്ട്. അമ്മാതിരി വർക്കുണ്ട്. കോസ്റ്റ്യൂംസും VFXും ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഓരോരോ പ്രതീക്ഷകളാണ്. നമ്മൾ ഈ പറയുന്ന ട്രെയിലർ മാത്രം വെച്ചിട്ടാണ് സിനിമ കണ്ടിട്ടേ ബാക്കി പറയാൻ പറ്റുള്ളൂ. മാധവൻ അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ഇന്റലിജൻസ് ഓഫീസറിന്റെ ക്യാരക്ടർ അക്ഷയ് ഖന്നയുടെ എപ്പെക്സ് പ്രിഡേറ്റർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. റഹ്മാൻ ദക്കായത്ത് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അക്ഷയ് ഖന്നയുടെ ഞാൻ ഒരുപാട് പുറകിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ ചാവ എന്ന് പറയുന്ന സിനിമ കണ്ടിരുന്നു? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പടമാണ്, ഏറ്റവും വലിയ ഹിറ്റായി മാറിയിട്ടുള്ള സിനിമയാണ്. അതിൽ ഔറംഗസേബിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അക്ഷയ് ഖന്നയാണ്. ഞാൻ ഈ ഔറംഗസേബിനെ കണ്ടിട്ട് ഇയാൾ എന്തൊരു ടെററാണ് ഇത്, ക്യാരക്ടറിനോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നുന്ന ആ രീതിയിലൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇത് അക്ഷയ് ഖന്നയാണെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. നമ്മൾ ആ പോയിന്റിലേക്ക് വരുന്നത്. അങ്ങനെ അങ്ങേരത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മാതിരി മേക്കപ്പ് ആയിരുന്നു. ഹെവി പെർഫോമറാണ്. ഈ എപ്പെക്സ് പ്രിഡേറ്റർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ, അങ്ങേരുടെ ക്യാരക്ടറിന് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവുമെന്നും ഇവിടുത്തെ ഏറ്റവും ഭീകരനായിട്ടുള്ള ഏറ്റവും ടോപ്പ് ടയറിൽ നിൽക്കുന്ന ഒരു ഇരപിടിയൻ ജീവി എന്ന് പറയുന്ന ആ ഒരു ഇമേജാണ്. ഇപ്പോൾ ആക്ഷനിലാണെങ്കിലും ഈവൻ വയലൻസിലാണെങ്കിലും ഒക്കെ പുള്ളിയായിരിക്കും ഒരുപക്ഷെ ഈ സിനിമയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുക. സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടറുണ്ട്, SP ചൗധരി അസ്ലാൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആൻഡ് രൺവീർ സിംഗിൻ്റെ മുടിയൊക്കെ വളർത്തി മറ്റേ ഈ സംഭവമൊക്കെ ആയിട്ട് പുള്ളി ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ റാത്ത് ഓഫ് ഗോഡ് എന്നാണ് എഴുതുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇയാൾ ഗോഡാവുന്നത്? ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സാറാ അർജുനുണ്ട്.
സാറാ അർജുനെ കുറിച്ചും കൂടി പറയണമെന്ന് തോന്നുന്നു. സാറാ അർജുനെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ദൈവത്തിരുമകൾ എന്ന് പറയുന്ന സിനിമയിലാണ്. ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ കണ്ണൂരായിരിക്കുമ്പോഴാണ് തിയേറ്ററിൽ ഇരുന്ന് കണ്ട് എന്ത് ഗംഭീരമായിട്ടാണ് ഈ ചെറിയ കൊച്ചി ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യുന്നത്. മാത്രമല്ല ആ കുഞ്ഞിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജി.വി. പ്രകാശ് പൊളിച്ചടുക്കി വെച്ചിരിക്കുകയാണ്. അത് മുഴുവൻ മനസ്സിൽ വെച്ച് അതിനുശേഷം സൈവം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് റേഡിയോ മാംഗോയിൽ ഷിജോ ചേട്ടനാണ് ഈ സിനിമ എനിക്ക് കാണാൻ തരുന്നത്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സാറാ അർജുൻ ഫാനായിട്ട് മാറി. അത് കഴിഞ്ഞ് മലയാളത്തിൽ ആൻ മരിയ കലിപ്പിലാണെന്ന് പറയുന്ന സിനിമ വരുന്നു. ആ സിനിമയുടെ സമയത്ത് ഞാൻ അവരുടെ ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള കുഞ്ഞുങ്ങളെയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രൊഫഷണലിനോടാണ് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും അടിപൊളിയായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് കുറേ കാലത്തിന് ശേഷം ഞാൻ അവരെ ശ്രദ്ധിക്കുന്നത് പൊന്നിയൻ സെൽവനിലാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ സിനിമയുടെ ടീസറിലാണ് കാണുന്നത്. അതിഗംഭീര പ്രകടനങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു അഭിനേത്രിയായി അവർ വളർന്നിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. ഈ സിനിമയിൽ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ അത്രയധികം പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നത്. അപ്പോൾ സാറാ അർജുൻ്റെ ക്യാരക്ടറും രൺവീർ സിംഗും തമ്മിലുള്ള കുറച്ച് പ്രണയത്തിൻ്റെ രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരാൾ പ്രണയത്തിലാവുമ്പോൾ ദൈവമായിട്ട് മാറും. എൻ്റെ പ്രണയത്തിൽ ഞാൻ ഇത്രത്തോളം ആത്മാർത്ഥമായി നിൽക്കുന്നോ അത്രത്തോളം ദൈവികമായി മാറുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ ഒരു പക്ഷേ ഈ പറയുന്ന ആളുകൾ, ഇത് പാകിസ്ഥാനിലൊക്കെയാണ് ഇതിൻ്റെ കഥയുടെ പല കാര്യങ്ങളും നടക്കുന്ന, ISI തീവ്രവാദം പരിപാടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രണയത്തിൽ മുങ്ങി പോയ ഒരാൾ, അയാൾക്ക് അയാളുടെ കാമുകിയെ നഷ്ടപ്പെടുന്നത് ഒരു ആക്രമണത്തിൻ്റെ പേരിലാണെങ്കിലോ അതിൻ്റെ പക തീർക്കാൻ വേണ്ടിയാണോ അയാൾ ഈ പറയുന്ന ആളുകളെയൊക്കെ അന്വേഷിച്ചിറങ്ങുന്നത് എന്ന് പറയുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. ഈ റാത്ത് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഇയാളെ ഗോഡാക്കുന്നത് എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കിങ്ങനൊരു തോട്ട് വന്നത്. പക്ഷേ നമ്മളിതിനൊരു സ്ഥിരം കണ്ടിട്ടുള്ള ബോളിവുഡ് പരിപാടികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇത് ഹെവി ആയിട്ട് അവന്മാർ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇയാളുടെ പ്രണയം നന്നായി പൊയ്ക്കൊണ്ടിരുന്നൊരു പ്രണയം ഇന്ത്യയിൽ നടന്നൊരു ആക്രമണം, ഒരു 71 ശേഷം ബ്ലീഡ് ഇന്ത്യ വിത്ത് 1000 കട്ട്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ ഉള്ളിൽ കിടക്കുകയായിരുന്നു എന്ന് ഈ പറഞ്ഞ വില്ലൻ ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്രമണത്തിൽ തൻ്റെ കാമുകിയെ നഷ്ടപ്പെട്ട ഒരാൾ, ആ പെയിൻ മുഴുവൻ അവൻ്റെ ഉള്ളിലുണ്ട്. ആ പെയിനും അതിൻ്റെ പൊട്ടൻഷ്യലും മനസ്സിലാക്കിയ ഒരു ഇന്ത്യൻ ഇൻ്റലിജൻസ് ഓഫീസർ അവനെ ട്രെയിൻ ചെയ്ത് വർഷങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവൻ പാകിസ്ഥാനിൽ കയറി ചെന്നടിക്കുക. ഇവിടെ നമുക്ക് തന്ന അടിക്ക് അവിടെ ചെന്ന് മറിച്ചൊരു അടി കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ആംഗിളിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് ചോര തിളയ്ക്കുമല്ലോ. അങ്ങനെ ചോര തിളപ്പിക്കുക. പിന്നെ പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു കാര്യമാണ്. അത്രയും നമുക്ക് ഇയാളില്ലാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു മൊമെൻറ്റിൽ അയാളെ ഇല്ലാതാക്കി കളഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവൻ്റെ ഒരു താണ്ഡവം എന്നുള്ള രീതിയിൽ എൻഡ് ചെയ്യിക്കാൻ പോകുന്നൊരു ക്ലൈമാക്സ് ഒക്കെയുള്ള ഒരു ഗംഭീര ആക്ഷൻ പരിപാടിയാണ് ഞാൻ ഈ സിനിമയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ തിയേറ്ററുകളിൽ ഇത് എത്തുന്നില്ലല്ലോ എന്നാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ തിയേറ്ററിൽ ഷോസൊക്കെ വരുമെന്നും തിയേറ്റേഴ്സ് ഫില്ലാവുമെന്നും വിചാരിക്കാം. പക്ഷേ നമ്മുടെ സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇതൊരു അഡൽട്സ് ഓൺലി സിനിമയാണ്. സർട്ടിഫിക്കേഷനുള്ള സിനിമയാണ്. 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ ചെല്ലുമ്പോൾ നല്ല തിയേറ്ററുകാരാണെങ്കിൽ അവർ നേരത്തെ വിളിച്ച് ചോദിക്കും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ സിനിമ കാണാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവർ ചോദിക്കും നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞാണോ എന്ന്. അല്ലാത്ത ചില തിയേറ്ററുകാർ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്തേക്കും. പക്ഷേ മൈ ഹംബിൾ റിക്വസ്റ്റ് 18 എന്നല്ല, ഈ പറയുന്ന അഗ്രസീവായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ അത് വെറും സിനിമ മാത്രമാണെന്നും ജീവിതത്തിൽ അനുകരിക്കാൻ പാടില്ലാത്തതാണെന്നും സ്വയം ബോധ്യം വന്നിട്ടുള്ള ചിലർക്കത് 18 വരും, ചിലർക്ക് 25 ആവും, ചിലപ്പോൾ 30 ആവും. പക്ഷേ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാനാവും? അവനവൻ്റെ ഈ കാശുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സിനിമ കയറി കാണാം. പക്ഷേ സ്വയം ഒരു ബോധ്യം ഉണ്ടാവണം അതൊരു സിനിമ മാത്രമാണ്, അത് സിനിമയായി കണ്ട് എൻജോയ് ചെയ്യാനുള്ള, അതിനപ്പുറത്തേക്ക് ഞാൻ ഈ ആക്ഷൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് ചിന്തിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ സിനിമ കാണണേ എന്നൊരു റിക്വസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെയധികം പ്രതീക്ഷകളോടെ ദുരന്തർ നമുക്ക് തിയേറ്ററിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.